പണ്ടൊക്കെ ഭർത്താവിന് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പരസ്യമായി നടക്കാൻ നാണമായിരുന്നു. നാട്ടുകാരുടെ മുന്നിലാണെങ്കിലും ഭാര്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കില്ല. കാരണം നാട്ടുകാരെന്ന് വിചാരിക്കും, ഒരു നാണമുണ്ടായിരുന്നു. ഇന്ന് കണ്ടവന്റെ ഭാര്യയെ കൂടെ കൊണ്ട് നടക്കുന്നു, ഒരു നാണവുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് വസ്ത്രം വേണമെങ്കിൽ നിങ്ങൾ ചിന്തിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മത്ത് എങ്ങനെ ആയി പോയല്ലോ, നാണവും മാനവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം, എന്തെല്ലാം തോന്നിവാസങ്ങൾ വേണമെങ്കിലും കാണിക്കാം. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഒരു കരുണ കാണിക്കണേ പൊന്നുമോളെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ. എന്താണ് നിങ്ങളോട് ചോദിക്കുന്നതെന്നറിയുമോ? നീ എന്ത് വൃത്തികേട് വേണമെങ്കിലും കാണിച്ചോ, എല്ലാം മോശമായ രീതിയിൽ വേണമെങ്കിലും നീ നടന്നോ, പക്ഷേ ഒരു ഉപകാരം ചെയ്യണം. ആ ഫർദ എന്ന് പറയുന്ന പുണ്യമായ വസ്ത്രമുണ്ടല്ലോ, ആ ഫർദ ഇട്ടുകൊണ്ട് ഈ പണിക്ക് നീ പോകല്ലേ. കാരണം നീ ധരിച്ചിരുന്ന ഫർദയുണ്ടല്ലോ, നീ വൃത്തികേടുകൾ കാണിക്കുന്ന മറയാക്കാൻ വേണ്ടി ധരിക്കുന്ന ഈ ഫർദയുണ്ടല്ലോ, അതിനൊരു മഹത്വമുണ്ട് പെങ്ങള്, അതിനൊരു സ്ഥാനമുണ്ട് പെങ്ങള്, അതിലൊരു പാരമ്പര്യമുണ്ട് പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹ്ദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ധരിച്ച ഫർദയാ, ഐഷ ബീബി ധരിച്ച ഫർദയാ, ഫാത്തിമ ബീബി ധരിച്ച ഫർദയാ. ഒരുപാട് മുൻഗാമികളായ മഹദിമാര് ധരിച്ചവനെ ആ ഫർദയ്ക്കൊരു വിലയുണ്ട് പെങ്ങള്. അതിനെ നിസ്സാരമായി കാണരുത്, അതിനെ നീ അവഹേളിക്കരുത്, അതിനെ നീ മോശമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഉപയോഗിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, സിറാജ് ഉസ്താദ്, നിങ്ങൾ എത്ര തൊണ്ടപൊട്ടി വാഴ്ന്നു പറഞ്ഞാൽ ഞാൻ എന്റെ കോലം മാറൂല, ഞാൻ എന്റെ ഭാഷം മാറ്റൂല, എനിക്ക് തോന്നുന്നത് പോലെ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന യുവത്വത്തിനോട് എങ്ങനെ വേണമെങ്കിലും നടന്നോ. നിനക്ക് ജയ് വിളിക്കാനും നിനക്ക് കൂട്ടുനിൽക്കാനും നിന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ആളുണ്ട്, ചെറുപ്പക്കാരാളുണ്ടടാ പെങ്ങള്, നിന്റെ കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ട്. പക്ഷേ എങ്ങനെ വേണമെങ്കിലും നീ നടന്നോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് നീ ഓർത്തു വെച്ചോ.